നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്ന രോഗാവസ്ഥയെ പറ്റിയാണ്. നമ്മുടെ തലച്ചോറിനെയും അതേപോലെ സുഷുമ്നാ നാഡിയെ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന മൈലിൻ ഷീറ്റ് എന്ന ആവരണത്തിന് നാശം സംഭവിക്കുകയും കാലക്രമത്തിൽ ഞരമ്പ് കോശങ്ങളിലൂടെയുള്ള ആശയവിനിമയം തകരാറിലാവുകയും അതുമൂലം ഉണ്ടാകുന്ന ലക്ഷണങ്ങളും അതിലുള്ള ആയുർവേദ ചികിത്സയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ ഇന്ന് വിശദീകരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ OPDയിലേക്ക് വരുന്ന രോഗികളുടെ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഈ നെർവ്സിന് തകരാറ് സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മാംസപേശികളിൽ അത് പ്രത്യേകിച്ച് ബലക്ഷയം എടുത്തറിയാൻ പറ്റും. ഇതൊരു സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്ന രോഗാവസ്ഥ ആയതുകൊണ്ട് കൂടുതലായിട്ട് നമുക്ക് മാംസപേശികളിൽ ഒരു റിജിഡിറ്റി കൂടുതലായിട്ട് കാണാൻ പറ്റും. അതേപോലെ തന്നെ റിഫ്ലക്സ് ഒക്കെ ഹൈപ്പർ ആയിരിക്കും. അതുപോലെ തന്നെ കാഴ്ചയെ ഈ ഒരു രോഗം പ്രധാനമായിട്ടും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഒപ്റ്റിക് നെർവിനെ ബാധിക്കുന്നതുകൊണ്ട് കാഴ്ചയ്ക്കുണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ടാവാം. ബ്ലഡ് വിഷൻസ് ഒക്കെ രോഗിക്ക് ഉണ്ടാകുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. കാഴ്ച പ്രധാനമായിട്ടും വലിയ പ്രശ്നങ്ങൾ രോഗിക്ക് ഈ രോഗം മൂലം ഉണ്ടാകുന്നുണ്ട്. അതേപോലെ തലച്ചോറിൻ്റെ ഓരോ ഭാഗത്തെ ബാധിക്കുന്നതനുസരിച്ചിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തെ സംബന്ധിച്ച് ഇപ്പം ബവൽ ബ്ലാഡർ കൺട്രോളൊക്കെ നഷ്ടപ്പെടുക, ഫ്രീക്വൻറ്റ് യൂറിനേഷൻ ഉണ്ടാവുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രോഗി കാണുന്നുണ്ട്. അതേപോലെ കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അതേപോലെ തന്നെ മറ്റ് സെൻസറി പ്രശ്നങ്ങളായിട്ടുള്ള അതായത് സൂചി കൊണ്ട് കുത്തുന്ന പോലുള്ള വേദനകളൊക്കെ അനുഭവപ്പെടുക, നടുവിന് വേദന അനുഭവപ്പെടുക, ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ രോഗിയിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രോഗം പല സ്റ്റേജസ് ആയിട്ടുണ്ട്. ഇത് കാലക്രമത്തിൽ പരാലിസിലേക്ക് എത്തിപ്പെടുകയും രോഗിയുടെ ചലനശേഷിയെ ബാധിക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ള ഒരു പ്രധാന കാരണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ ആധുനിക പഠനങ്ങൾ പറയുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രത്യേകിച്ച് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. പലതരത്തിലുള്ള ഇൻഫെക്ഷനൊക്കെ ഈ രോഗത്തിനെ ട്രിഗർ ചെയ്യാനുള്ള കാരണങ്ങളാണെന്നുള്ള പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ട്രാവൽ ചെയ്യുന്നത് നമ്മുടെ ബ്ലഡിലൂടെയാണ്. അപ്പോൾ ഈ ബ്ലഡിലുള്ള ആൻറ്റിബോഡീസ് ഈ പറഞ്ഞ ബ്രെയിൻ ബാരിയർ ക്രോസ് ചെയ്യുകയും അത് ഈ പറഞ്ഞ മൈലിൻ ഷീറ്റിനെ നാശം ഉണ്ടാക്കുകയൊക്കെയാണ് ചെയ്യുന്നത്. അതുമൂലമാണ് ഈ രോഗം ഉണ്ടാകുന്നതാണ് ആധുനിക പഠനങ്ങളൊക്കെ പറയുന്നത്. അപ്പം ഇതിൻ്റെ ഒരു ആയുർവേദ ചികിത്സയെപ്പറ്റി ചിന്തിക്കുമ്പോൾ ഈ രോഗാവസ്ഥയുടെ ആയുർവേദ ചികിത്സയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മളിതിൻ്റെ ആധുനികമായിട്ടുള്ള പഠനങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ന്യൂറോൺസിൻ്റെ അറിയാം. ഇതിൻ്റെ ഒരു കവറിങ്ങിനുണ്ടാകുന്ന പ്രധാനമായിട്ടൊരു ഫിസിയോളജിക്കൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ റീമൈലിനേഷനും ഡീമൈലിനേഷനും ഒക്കെയാണ് സ്വാഭാവികമായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വാഭാവികതയിൽ കൂടുതൽ അസ്വാഭാവികമായിട്ട് ഡീമൈലിനേഷൻ കൂടുതലായിട്ട് സംഭവിക്കുകയും റീമൈലിനേഷൻ കുറഞ്ഞു പോവുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ ആവരണത്തിന് കൂടുതൽ നാശം ഉണ്ടാവുകയും നെർവുകളിലൂടെയുള്ള ആശയവിനിമയം തകരാറിലാവുകയൊക്കെ ചെയ്യുന്നത്. പിന്നീട് അത് സ്റ്റേജ് കൂടുന്നതനുസരിച്ചിട്ടുള്ള സിംറ്റംസ് രോഗികളിൽ പ്രകടമാവുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചിന്തിക്കുമ്പോൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ട്രാവൽ ചെയ്യുന്ന ബ്ലഡിലൂടെയാണ്. അപ്പം രക്തശുദ്ധിക്കുള്ള ചികിത്സകളാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞു ഈ പറഞ്ഞ ഈ ആൻറ്റിബോഡി ചില പ്രത്യേക ആൻറ്റിബോഡികൾ പ്രത്യേകിച്ച് നമ്മുടെ തലച്ചോറിലുള്ള CNSലുള്ള ഈ പറഞ്ഞ മൈലിൻ ആക്രമിക്കുന്ന രീതിയിലുള്ള ഈ പറഞ്ഞ ആൻറ്റിബോഡീസ്. അപ്പോൾ അത് കൂടി വരുമ്പോഴാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞ നെർവ്സിന് നാശം ഉണ്ടാകുന്നതെന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നത്. അപ്പം ആയുർവേദത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഒരു ശുദ്ധി ചികിത്സകൾ അല്ലെങ്കിൽ ശോധന ചികിത്സകൾ പഞ്ചകർമ്മ ചികിത്സകളൊക്കെ പ്രധാനമായിട്ടും ഈ രക്തശുദ്ധിക്ക് വേണ്ടിയുള്ള ചികിത്സകൾ ചെയ്തു വരുന്നുണ്ട്. അപ്പം രക്തശുദ്ധിക്കുള്ള ചികിത്സകൾ മാത്രം പോരാ, സ്വാഭാവികമായിട്ടും നമ്മൾ രോഗികൾ OPDയിലേക്ക് എത്തുന്ന ഈ ലക്ഷണങ്ങളൊക്കെ ഒരു അധികമായിട്ട് പ്രകടമായ ശേഷമായിരിക്കും. അപ്പം തീർച്ചയായിട്ടും ഈ ഒരു ശുദ്ധിക്രമങ്ങൾ ചെയ്ത് രക്തശുദ്ധി വരുന്നതിനോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഒരു ഡീമൈലിനേഷൻ്റെ സ്പീഡ് കുറച്ച് കൊണ്ടുവരിക, റീമൈലിനേഷൻ്റെ പ്രോഗ്രസ് കൂട്ടുക എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. അപ്പം പ്രധാനമായിട്ടും അതിന് രസായന ചികിത്സകൾ ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ന്യൂറോൺസിനെയൊക്കെ പ്രശ്നങ്ങൾ ബാധിക്കുമ്പോഴത്തേക്കും മസിൽസിന് കൂടുതലായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ റിജിഡിറ്റി ഉണ്ടാകും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ നമുക്ക് രോഗികൾക്ക് കാലെടുത്ത് വയ്ക്കാനും ഒക്കെ പ്രശ്നമുണ്ടാകും. കാലുകത്ത് വെച്ച് നടക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അതേപോലെ മസിൽ സംബന്ധമായിട്ട് എപ്പോഴും ദേഹത്ത് കോച്ചിപ്പിടുത്തം, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരും. ബോഡി സ്റ്റിഫായിരിക്കുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അയച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ബാഹ്യ ചികിത്സകൾ, അപ്പോൾ അത്തരം ചികിത്സകളൊക്കെ പ്രധാനമായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ എല്ലാ ആസ്പെക്ട്സിലും അപ്പോൾ എന്തൊക്കെയാണ് സിംറ്റംസ് ഉണ്ടായിരിക്കുന്നത്, ഇപ്പോൾ ബവൽ ബ്ലാഡറൊക്കെ ഇൻകോണ്ടിനൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള ചികിത്സകൾ, അപ്പോൾ ഓരോ സിംറ്റംസിന് അനുസരിച്ചിട്ടുള്ള ചികിത്സകളും അതോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യുന്ന ചികിത്സകളും അതേപോലെ തന്നെ രസായന ചികിത്സകളൊക്കെ കൂടി ചേർന്ന് കൃത്യമായി വിശകലനം ചെയ്ത് ഈ ഒരു രോഗത്തിന് ചികിത്സിക്കേണ്ടി വരും. അതേപോലെ തന്നെ നമുക്ക് അറിയാം മൾട്ടിപ്പിൾ സ്ക്ലീറോസ് എന്ന് പറയുമ്പോൾ തലച്ചോറിലുണ്ടാകുന്ന ഈ സ്ക്ലീറോസ് എന്ന വാക്കിനർത്ഥം തന്നെ ഈ പറഞ്ഞ ഞരമ്പ് കോശങ്ങൾക്കുണ്ടാകുന്ന നാശമാണ്. അപ്പം തലച്ചോറിൽ പല ഭാഗത്തും ഈ പറഞ്ഞ MRIയിൽ സ്ക്ലീറോസ് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ഭാഗത്തുണ്ടാകുന്ന പ്രശ്നങ്ങളനുസരിച്ചിട്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിൽ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പം സംസാരശേഷിയിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, സ്ലർഡ് സ്പീച്ചൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് ഓരോ ഇതും വിശകലനം ചെയ്ത് ഇപ്പോൾ ഒരു പക്ഷേ നമ്മൾ പരാലിസിസ് ചെയ്ത ചികിത്സകളുണ്ട് ന്യൂറോപ്ലാസ്റ്റിസിറ്റിക്ക് വേണ്ടിയുള്ള ട്രെയിനിങ്സ്. അപ്പോൾ ട്രെയിനിങ് മെത്തേഡ്സ് പ്രത്യേക രീതിയിലുള്ള
ട്രെയിനിങ്, അത് 6 മാസമെങ്കിലും വേണ്ടി വരുന്ന ട്രെയിനിങ് മെത്തേഡ്സ്, ചികിത്സകൾ ഫോളോ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്തരം ചികിത്സകളൊക്കെയാണ് ആയുർവേദത്തിലുള്ള ഈ ഒരു അറിവിലേക്കാണ് വീഡിയോ ചെയ്തത്. നന്ദി, നമസ്കാരം.